ഞാൻ തല്ലുകൂടാൻ വന്നതല്ല. നമുക്ക് രണ്ടുപേർക്കും പറ്റിയ തെറ്റ് തിരുത്താൻ കഴിയുമോന്നറിയാൻ വന്നതാണ്. ഈ കത്തുകൾ വായിച്ചു നോക്കൂ. എല്ലാ ശർമ്മള എനിക്ക് അയച്ചതാണ്. ഇപ്പോ ഇത് കൊണ്ടുവരാൻ സത്യം നിന്നെ ബോധ്യമാക്കാൻ. നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞുപോയി. നിന്നെയും വഞ്ചിക്കാൻ ഞാൻ അവളെ അനുവദിക്കില്ലെന്ന്. അതിന് ശർമ്മള കൊല്ലപ്പെട്ടു. കുറച്ചു മുൻപ് മാക്കുട്ടിയെ ഒരുത്തൻ ആക്രമിക്കാൻ ശ്രമിച്ചു. ഞാൻ സംശയിച്ചു നീയാണെന്ന്. നീ എന്നെ സംശയിച്ചതുപോലെ. ഇപ്പോഴെനിക്ക് മനസ്സിലായി, ഒരു കൊലപാതക ജീവിച്ചിരിപ്പുണ്ടെന്ന്. ശർമ്മളയെ അവമാനിച്ചു കൊന്നവൻ, എന്റെ അനുജത്തെ അതിന് ശ്രമിച്ചവൻ. എങ്ങനെയുണ്ട് മാക്കുട്ടി? എനിക്ക് സന്തോഷായി. എന്റെ കാലൊടിഞ്ഞെങ്കിലും ചേട്ടന്റെയും രാജേട്ടന്റെയും പിണക്കം മാറിയല്ലോ. എനിക്കത് മതി. തെറ്റെന്റേതായിരുന്നു. അതൊക്കെ മാർക്കൂ രാജ. എന്നാലും എന്റെ ചേട്ടനൊരു കൊലപാതകയാകാൻ കഴിയുമെന്ന് രാജേട്ടൻ വിശ്വസിച്ചല്ലോ. നിന്നെ നശിപ്പിക്കാൻ രാജന് കഴിയുമെന്ന് ഞാനും വിശ്വസിച്ചില്ലേ? അവൾ ഞങ്ങൾ രണ്ടുപേരും വഞ്ചിക്കുകയായിരുന്നു. ആ, അതിന്റെ ശിക്ഷയാണ് അവൾക്ക് കിട്ടിയത്. അതിന് ഞാനെന്തിനു ശിക്ഷിക്കപ്പെട്ടു? ഇത്രയല്ലേ ഉണ്ടായുള്ളൂ. കുഞ്ഞ് ചാടി രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ. ശരിയാണ്. എന്റെ കാല് ഈ ബാൻഡേജ് അഴിക്കുമ്പോ അറിയാം ജീവിതകാലം മുഴുവൻ എനിക്ക് മുടന്തി നടക്കേണ്ടി വരുമോ ഇല്ലയോ എന്ന്. ആ പേടി വേണ്ട. ഞാൻ ഡോക്ടറോട് ചോദിച്ചു. ചെറിയ ഫ്രാക്ചറേ ഉള്ളൂ. ബാൻഡേജ് അഴിക്കുമ്പോ എന്റെ അനുജത്തിയുടെ കാല് പഴയതുപോലെ തന്നെ ഉണ്ടാകും. ഇനി മറിച്ച് സംഭവിച്ചാലും എന്റെ കാലുകൾക്ക് തകരാറൊന്നുമില്ലല്ലോ മാക്കുട്ടി. എന്തോ സമയദോഷം കൊണ്ടായിരിക്കാം നമുക്ക് 3 പേർക്കും പാടില്ലാത്ത എന്തൊക്കെയോ സംഭവിച്ചു. ഇപ്പോ എത്തേണ്ട സ്ഥാനത്തെത്തി എന്നെനിക്ക് തോന്നുന്നു. എനിക്ക് മാപ്പ് തരാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പത്ത് വയസ്സുള്ളപ്പോ വന്നവനാണ്. നമ്മൾ ചോറ് വെച്ച് വിളമ്പിയാണ് ഓനെ എത്രത്തോളം പോന്നവനാക്കിയത്. ഓനെ കാണുമ്പോ ഒരു അനുസരില്ലാത്ത കാര്യം മറക്കുമായിരുന്നു. പോണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് പോവായിരുന്നല്ല. നമ്മൾ എന്ത് തെറ്റ് ചെയ്ത്? ഓൻ പറയുന്ന പിശ ആ മേനോ സാറിന്റെ വാക്ക് കേട്ട് ഞമ്മ ദേഷ്യം പിടിച്ചിരിക്കാന്ന് പേടിച്ചു കഴിയായിരിക്കും. मैडम मैडम ആരാവിടെ? എന്താ അവിടെ? എന്താ കുട്ടികളെ? ഗോ ടു യുവർ ക്ലാസ്സസ്.
ഞാൻ 3:30 3:45 ഇടയ്ക്ക് വരുവേ. ആ എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസസ്. ഗോ ഗോ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എംഡി എംഡി എന്നാ കെട്ടിപ്പിടിച്ച് പറ ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമല്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. എംഡി 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 കെട്ടിപ്പിടിച്ച് 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 ഐ ലവ് യു ഐ ലവ് യു എന്ന്. എംഡി 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 കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച്. ഇതൊരാനയല്ല. അല്ല. ഇത് തേങ്ങയല്ല. അല്ല. ഇത് ഒലക്കയുമല്ല. അല്ല.